ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ചിക്കൻ സ്റ്റൂ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ റെഡിയാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സ്റ്റൂ റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു 10-12 കുരുമുളകും ഒരു 8 കരയാമ്പൂ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. 4 ഏലക്ക, ഒരു 2 കഷ്ണം പട്ട, ഒരു 3-4 തക്കോലം, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി 2 ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും വേവിച്ച് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൂ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് സ്റ്റൂവിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10 ഗ്രാം കാഷ്നട്ടും
10 ഗ്രാം കിസ്മിസും ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, ബൈ.